അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. എന്താ എല്ലാം റെഡിയല്ലേ? ഞങ്ങള് റെഡിയാണ്. സാറിനോടൊന്ന് പറയൂ. അച്ഛൻ കുറച്ച് ബിസിയാ, ഇപ്പൊ വരും. വെയിറ്റ്. അതെ, ഈ വാഷ്റൂം എവിടെയാ? മുകളിലാ, സ്റ്റെയർ കേസ് കയറി ഇടത് ഭാഗത്ത്. അതെ, വാഷ്റൂമിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വരണം. അവിടെ ചുറ്റിത്തിരിയാണോ നിൽക്കണ്ട. നിർത്ത്. എങ്ങനുണ്ട് ഗോപാല, നിന്റെ രാജ്യസ്നേഹമൊക്കെ കുറഞ്ഞോ? നിങ്ങളൊക്കെ എന്തിനാ രാഷ്ട്രീയത്തിൽ വന്നത്? ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാനും. നീയല്ല, ആ ഫാക്ടറിക്കെതിരെ എത്ര പേര് വന്നാലും കൊന്നു കുഴിച്ചു മൂടും ഞാൻ. നീ ഒളിച്ചു നിന്ന് കേട്ടപ്പോ തന്നെ കൊന്നു കളയേണ്ടതായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിയുന്നത് വരെ എല്ലാം ഞാൻ നിർത്തിവെച്ചിരിക്കുക. ഇലക്ഷനിൽ ജയിച്ച് ഞാനൊന്ന് മന്ത്രി ആവട്ടെ, ആ ഫാക്ടറി ഞാൻ തന്നെ നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യും. 25 കോടിയാ അവരെനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 5 കോടി അഡ്വാൻസ് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതേ ജനങ്ങളെ സേവിക്കാനല്ല, 10 കാശുണ്ടാക്കാനാ. എത്ര ജനങ്ങൾ ചത്താലും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഒന്നും നടക്കില്ലടാ. അടിച്ചു കൊല്ലടാ ഈ പട്ടിയെ. തല്ലുകൊള്ളാൻ അവന്റെ വിധി. ശരി, ഞാൻ ഡാഡിയോട് ചോദിച്ചു. ഡാഡി ഇന്റർവ്യൂ ചെയ്യാൻ ചാനലിൽ നിന്നൊരു പെണ്ണൊന്നു പറഞ്ഞില്ലേ? ഡാഡി റെഡിയാക്കി വരാൻ പറഞ്ഞു. ഞാനിപ്പോ വരുമെന്ന് നീ പോയി പറ. ഈ സമയത്ത് ഇന്റർവ്യൂവിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ഡാഡി? ഇത്രയും വർഷങ്ങളായിട്ട് മീഡിയയുടെ മറവിലല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മന്ത്രി കസേര സ്വന്തമാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവടാ. നീ അവരോട് റെഡിയായിരിക്കാൻ പറ. ചെല്ല്. ശരി. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക്, ഇല്ലെങ്കിൽ വിഗ്രഹം ഉടഞ്ഞു വീഴാന്നൊക്കെ പറയാറില്ലേ? അതാ അന്നവിടെ സംഭവിച്ചത്. കഷ്ടപ്പെടുന്നവന്റെ കൂടെ നിൽക്കുന്ന സൗമ്യനായ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ധർമ്മജന്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടു. എനിക്കവിടെ നിന്ന് ഓടിപ്പോണമെന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അയാളുടെ ഇന്റർവ്യൂ എടുത്തു. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ജനങ്ങളോടുള്ള താങ്കളുടെ സമീപനം എങ്ങനെയായിരിക്കും? ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ജനസേവകനായിരിക്കണമെന്ന വിശ്വാസ പ്രമാണമാണ് എന്റേത്. നമുക്കൊരു പ്രശ്നം വരുമ്പോ പരിഹാരം തേടി ഓടിച്ചെല്ലാൻ ഒരാളുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നണം. ആ ഒരു തോന്നൽ എന്നെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 40 വർഷമായി ഒരേ മണ്ഡലത്തിൽ നിന്ന് ഞാൻ ജയിക്കുന്നതിന്റെ കാരണവും അതാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എനിക്കെന്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്.
ഓരോരുത്തർക്കും ഞാൻ ആ സ്നേഹവും കരുതലും നൽകുന്നുണ്ട്. എന്റെ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും.